اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഈ കിതാബിൻ്റെ പേര് കിതാബുൽ ഹിക്കം. ഹിക്കം എന്നാണ് പേര്. ഹിക്കം എന്നുള്ള പദം ഹിക്മത്തിൻ്റെ ബഹുവചനമാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം എന്നാണ്. ഹിക്കം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഹൃദയത്തിനാവശ്യമായ ഇൽമുകളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ മുസന്നിഫിൻ്റെ പേര് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്നാണ് ഇതിൻ്റെ മുസന്നിഫിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നാട് ഈജിപ്തിലെ അലക്സാണ്ട്രിയ, ഇസ്കന്ദർ എന്ന് പറയുന്ന ഇസ്കന്ദരിയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നാട് മിസ്റിലാണ്. അദ്ദേഹം വഫാത്തായത് കൈറോയിലാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമാകുന്ന കൈറോയിലാണ് മൂപ്പരുടെ മക്ബറ ഉള്ളത്. ഈ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന മഹാൻ ഭയങ്കര ഫഖീഹായിരുന്നു. ഫിഖിഹിൽ ഭയങ്കര കഴിവുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഈ തസവുഫിനെ പാടെ എതിർത്തിരുന്നു ആര് ആദ്യ കാലഘട്ടത്തിൽ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ആദ്യ കാലഘട്ടത്തിൽ തസവുഫിനൊക്കെ ശക്തമായി വിമർശിച്ച ആളാണ്. പിന്നെ ഇദ്ദേഹം അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹം അബുൽ ഹസനു ഷാദുലി എന്ന് പറയുന്ന മഹാനുഭാവന്റെ നേരെ ഖലീഫയാണ് അബുൽ അബ്ബാസ് അൽ മുർസി. ഈ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ ഭയങ്കര മഹാനാണ്. അദ്ദേഹത്തിന് 3 ശിഷ്യന്മാരുണ്ട്. ഒന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, 2 ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 3 ആളുകളാണ് അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുടെ ശിഷ്യന്മാർ. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹുവിനിക്ക് ഈ പരിശുദ്ധമായ തസവുഫിന്റെ വിഷയത്തിൽ അഗാധ ജ്ഞാനം വേണമെന്നും അതിലേക്ക് വല്ലാതെ ഇറങ്ങണമെന്നും ആരാഗ്രഹിച്ചിരുന്നു? ഇബ്നു അജീബ തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ആ വഴിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ വേറൊരു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട യാക്കൂത്തുൽ അർഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യാക്കൂത്തുൽ അർഷ്. അപ്പൊ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഇവർ 3 ആളാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, 2 ബൂസൂരി ഇമാമ്, മൂന്നാമത്തത് യാക്കൂത്തുൽ അർഷ്. ഈ യാക്കൂത്തുൽ അർഷ് എന്ന് പേര് വരാൻ കാരണം അള്ളാഹുവിന്റെ അർശിലെ ബാങ്ക് കേട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ ബാങ്ക് കൊടുത്തിരുന്നത്. അത്രയും വലിയ മക്കാമിലേക്ക് യാക്കൂത്തുൽ അർഷ് എത്തി. അത് ഷെയ്ഖാകുന്ന അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ ദുആ കാരണമായിട്ട് എത്തിയതാണ്. ഇമാം ബൂസൂരി തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നല്ലൊരു മദ്ഹ് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ ദ്വാരന്നിട്ടാണ് ലോക പ്രശസ്തമായ ബുർദയുടെ മുസന്നിഫായിട്ട് ആരാ അറിയപ്പെട്ടത്? ഇമാം ബൂസൂരി തങ്ങൾ അറിയപ്പെട്ടത്. അതേപോലെ തന്നെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് തത്വശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യം വേണമെന്നും വലിയൊരു ഗ്രന്ഥം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളെ ഷെയ്ഖിന്റെ ദുആ കാരണമാണ് ഈ 3 ആളുകളും വലിയ മക്കാമിലെത്തിയത്. ഇവരൊക്കെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു മാലിക്കി മദ്ഹബുകാരനാണ്. പക്ഷെ അദ്ദേഹം ഷാദുലി തുരീഖത്തുകാരനാണ്. അബുൽ ഹസനു ഷാദുലി തങ്ങളുടെ തുരീഖത്തിനെ അനുധാവനം ചെയ്യുന്ന മഹാനാണ് ആര്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. അപ്പൊ അദ്ദേഹം പറയുന്നത് മുഴുവൻ തത്വജ്ഞാനങ്ങളാണ്. കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ സാധാരണ ഒരു വാക്കല്ല പറയണത്. അതല്ല, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വലിയ ജ്ഞാനങ്ങളാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഈ കിതാബിൽ പറയുന്നത്. ഞാൻ ഓതിത്തരാനോ നമുക്കിത് കേൾക്കാനോ നമുക്ക് അർഹതല്ല. അത്രയും വലിയ വിഷയങ്ങളാണ് അദ്ദേഹം ഇതിൽ സംസാരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ആത്മജ്ഞാനികളുടെ പറുദീസയാണ് ഏത് ഹിക്കം എന്ന് പറയുന്ന കിതാബ് എന്ന് പോലും പറഞ്ഞു. ആത്മജ്ഞാനികളുടെ പറുദീസ എന്ന് പോലും ഈ കിതാബിന് വിശേഷിച്ചിരുന്നു. ഈ ഗ്രന്ഥത്തിന് മാത്രം ഒരഭിപ്രായ പ്രകാരം 40-ൽ ചില്ലാൻ ഷറഹുകളുണ്ട്. ഹിക്കമിന് 40-ൽ ചില്ലാൻ വലിയ വലിയ പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഷറഹ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ തന്നെ മനസ്സിലാക്കുക ആ ഗ്രന്ഥത്തിന് ലോകം നൽകിയ സ്വീകരണം. അത്രയും വലിയൊരു കിതാബാണ് സത്യത്തിൽ ഏത് ഹിക്കം എന്ന് പറയുന്ന ഈ കിതാബ്. അള്ളാഹു താല ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യ കാലഘട്ടത്തിൽ മൂപ്പര് ഭയങ്കര ഫഖീഹായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനത്തിനെ പാടെ എതിർത്തു. ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നുള്ള വിശ്വാസമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫായ മനുഷ്യനെ കണ്ടുമുട്ടുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് മാറ്റം വന്ന് അദ്ദേഹം വലിയ കുത്ബാനീയത്തിന്റെ വലിയ മക്കാമിലേക്ക് എത്തിച്ചേർന്നു. ആര്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. അതിനുശേഷമാണ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ, തസൂഫിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഈ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം. മനസ്സിലാവണ്ട? ഇൻഷാ അള്ളാഹ് നമുക്ക് ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് തുടങ്ങണം. അത് നമുക്ക് മറ്റേ കഴിയുന്ന രൂപത്തിൽ മനസ്സിലാക്കുകയും ഒരു ദിവസം ഒരു ഹിക്മത്തെ എടുക്കുള്ളൂ. ഒറ്റ ഹിക്മത്ത്, അത് പറയാൻ തന്നെ കുറെ ഉണ്ടാവും. ഒറ്റ ഹിക്മത്തെ എടുക്കുള്ളൂ. അത് നമ്മൾ ഓരോന്നും നമ്മളെ ജീവിതത്തിൽ പകർത്തുമെന്ന് ഒരു ഉറച്ച വിശ്വാസം മനസ്സിൽ ഉണ്ടാക്കി വെക്കുക. എന്നാൽ ഇൻഷാ അള്ളാഹ് അത് പൂർണ്ണമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അപ്പൊ അദ്ദേഹം അലക്സാണ്ട്രിയയിലാണ്, അദ്ദേഹം മിസ്റിലെ അലക്സാണ്ട്രിയയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വഫാത്ത് കൈറോയിലാണ്. ഹിജ്റ 709 ജുമാദുൽ ആഖിറ. ജമാദുൽ ആഖിറ ഉണ്ടല്ലോ, അതിലാണ് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യണത്? ലോകത്തോട് ഇവിടെ പറയുന്നത്. നമ്മളെ ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രസിദ്ധമായ ഒരു കോളേജാണ് ഈജിപ്തിലെ അൽ അസ്ഹർ. അതിൽ ദർസ് നടത്തിയ മഹാനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. മനസ്സിലാവണ്ടോ? ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞ ഹിക്മത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ അലാമത്തിൽ ഇഅ്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലലി. അതാണ് ആദ്യം പറഞ്ഞ ഹിക്മത്ത്. അതായത് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, ഈ ഹിക്മത്തുകൾ ഉണ്ടല്ലോ, ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആന് വല്ലതും സംഭവിച്ചാൽ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്മ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പിടിച്ചു നിൽക്കാൻ പോലും എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അത്രയും വലിയ ഹിക്മത്തുകളാണ് ഓരോ വിഷയത്തിലും പറയുന്നത്. ഒന്നാമത്തത്, മിൻ അലാമത്തിൽ ഇഅ്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലലി. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷ ചുരുങ്ങുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോൾ പ്രതീക്ഷ അസ്തമിക്കുക എന്നുള്ളത് അമലിന്റെ മേൽ അവലംബമാക്കി എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലല്ലോ, അതാണ് അതിന്റെ പ്രത്യേകത. തുടക്കത്തിൽ മനസ്സിലാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തു, സിന വ്യഭിചാരം നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ ചെയ്തു, അതാണ് തെറ്റുകുറ്റങ്ങൾ. അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷ അസ്തമിക്കുക. റബ്ബെ, ഇനി എനിക്ക് രക്ഷല്ല, ഞാൻ അത്രയും വലിയ പാപങ്ങൾ ചെയ്ത ആളാണ്, അത്രയും വലിയ തമ്മാടിത്തരങ്ങൾ ഞാൻ ചെയ്ത ആളാണ്, ഇനി എനിക്ക് രക്ഷല്ല എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ചുരുങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതെന്തിൽപ്പെട്ടതാണ്? അമലുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിൽപ്പെട്ടതാണ്. അമലുകൊണ്ടേ ഞാൻ രക്ഷപ്പെടൂ എന്ന വിശ്വാസത്തിൽ പെട്ടതാണ് ആ പ്രതീക്ഷ ചുരുങ്ങുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? അമലുകൊണ്ട് ഒരാളും രക്ഷപ്പെടൂല. അത് നമ്മളൊരു ജോലിയാണ്. അള്ളാഹു താല നമ്മളെ സംവിധാനിച്ചു എന്നതിനിക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ അള്ളാഹുവിന്റെ അബുദുകളാണ്. അബുദുകൾ കൂലി ആഗ്രഹിക്കാൻ പാടില്ല. അബുദുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് അവരുടെ ജോലി. അപ്പൊ ഞാൻ ഇശ നിസ്കരിച്ച നിസ്കാരം എന്നെ രക്ഷപ്പെടുത്തും. അല്ലെങ്കിൽ അമലുകൾ കൊണ്ടേ നാളെ ആഖിറത്തിൽ ഒരാൾ രക്ഷപ്പെടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണ് നമ്മളെ പല ആളുകളെയും പിറകോട്ടടിപ്പിക്കുന്നത്. പല ആളുകൾക്കും നന്നാകണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ പോലും ഈ നന്നാകണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും നന്നാകണം വരാത്തത്? ഞാൻ എത്ര തമ്മാടിത്തരങ്ങൾ ചെയ്ത ആളാണ്, ഇന്ന അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തൂ എന്നുള്ളൊരു തോന്നലാണ് എന്ത് ചെയ്യണത്? അവരെ പിറകോട്ടടിപ്പിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട
സ്വാലിഹുൽ മുദ്ദി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ട്. സ്വാലിഹുൽ മുദ്ദി എന്നാണ് ആ മഹാനുഭാവന്റെ പേര്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് നടത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സൂഫിയാണ്, അള്ളാഹുവിന്റെ ആരിഫായ വലിയ. ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ സ്ഥലത്തേക്ക് ഗ്യാങ് അടിച്ചുകൊണ്ട് പാട്ട് പാടി കള്ളു കുടിച്ചുകൊണ്ട് ഗ്യാങ്ങായി പോകുന്നൊരു സംഘം അവിടെ എത്തി. ഓല പരിപാടി എന്താണ്? പാട്ടുകൾ പാടുക, നൃത്തം ചെയ്യുക, കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, ഇതാണ് ഓല പരിപാടി. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവര് ആ ഒരു പരിപാടിക്ക് ഇങ്ങനെ ഏർപ്പെടുന്ന സമയത്താണ് ദൂരെ നിന്ന് ഒരു പ്രസംഗം ഇങ്ങനെ കേൾക്കണം. നമ്മളിവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഇത് കൂടെ ഒരു അനൗൺസ്മെന്റ് പോകുമ്പോ നമുക്ക് കീറ വരൂലേ, അല്ലേ? അതേമാതിരി ഇവരിങ്ങനെ നല്ല ആഹ്ലാദത്തിൽ പാട്ടൊക്കെ പാടാൻ നിൽക്കുമ്പോണ്ട് ദൂരത്തുനിന്നൊരു വർത്താനം കേൾക്കണം. അപ്പൊ ഇവരുടെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു, ഒരു ഷാബാന എന്ന ആ ക്യാപ്റ്റൻ പെണ്ണിന്റെ പേര്. ആ പെണ്ണ് പറഞ്ഞു, എന്താണ് അവിടെ വലിയൊരു ഒച്ചപ്പാട്, നിങ്ങളൊരാളെന്നാണ് പോയി വെക്കുന്നത്. ഞാൻ ഒരാളെ പറഞ്ഞയച്ച ആള് കുറെ നേരമായിട്ട് വരുന്ന കണ്ടില്ല. അപ്പൊ ഈ ഷാബാന രണ്ടാമത് ഒരാൾ കൂടെ പറഞ്ഞയച്ചു. അയാളും പോയിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്ന കണ്ടില്ല. അപ്പൊ ഈ ഷാബാനത്തിന് മനസ്സിലായി, ഒന്നിരിക്കൽ അവരവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്താൻ മാത്രം എന്തോ ഒരു അനുഭൂതിയുള്ള ഒരു ക്ലാസ്സാണ് അവിടെ. അങ്ങനെ ഷാബാന എന്ന് പറയുന്ന പെണ്ണെന്നെ എന്ത് ചെയ്തു, അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു പശ്ചാത്താപത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്, നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. കുറച്ചു നേരം അള്ളാഹുവിന്റെ ആരിഫായ സ്വാലിഹുൽ മുദ്ദി എന്ന് പറയുന്ന മഹാനുഭാവന്റെ സദസ്സിലിരുന്ന ഷാബാന പെട്ടെന്നാണ് പൊട്ടിക്കരഞ്ഞിട്ട് സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്ത പെണ്ണാണ്, എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരുമെന്ന് ചോദിച്ചു. അപ്പോ മഹാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്ത് വലിയ വിശാലമാണ്, ഏത് വലിയ പാപങ്ങളും പടച്ച റബ്ബ് പുറത്തു തരും, ഏത് വലിയ പാപങ്ങളും പടച്ച റബ്ബ് പുറത്തു തരും. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്റെ പാപം ഉഹദ് മലയോളം ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാലും പടച്ച റബ്ബ് പുറത്തു തരുന്നു, എന്നാലും പടച്ച റബ്ബ് പുറത്തു തരും. ആ സമയത്ത് പെണ്ണ് പിന്നെയും ചോദിച്ചു, ഉഹദ് മലയോളമല്ല, അതിനേക്കാളും എന്റെ പാപങ്ങളുണ്ട്. അതിൽ സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നാട്ടിലെ നക്ഷത്ര വേശ്യയാകുന്ന ഷാബാനത്തുൽ മിസ്രിയാണ് നീയെങ്കിൽ പോലും അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നു, അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരും. നീ ഷാബാനത്തുൽ മിസ്രിയാകുന്ന നക്ഷത്ര വേശ്യയാണെങ്കിൽ പോലും അള്ളാഹു തആല നിന്റെ പാപങ്ങൾ പുറത്തു തരും. അപ്പൊ ആ പെണ്ണ് പിന്നെയും പൊട്ടിക്കരഞ്ഞു, അന ഷാബാനത്തുൽ മിസ്രി, ഞാനാണ് ഷാബാനത്തുൽ മിസ്രി. ഞാൻ ആ സദസ്സാകെ തിരിച്ചുപോയി. കാരണം അത്രയും ഒരു ഫ്രോഡായ ഒരു വനിതയെ കുറിച്ച് അവർ എന്ത് ചെയ്തിട്ടില്ല, ഈ പെണ്ണല്ലാതെ പോലെ കേട്ടിട്ടില്ല. ഈ ഷാബാന എന്ന് പറയുന്ന പെണ്ണ് സ്വാലിഹുൽ മുദ്ദി തങ്ങളെ ബൈഅത്ത് ചെയ്തുകൊണ്ട് മഹാനോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന അതേ പദവിയിലേക്ക് എത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. അങ്ങനെ തൊറായിക്കുകളുടെ എല്ലാ വഴികളും അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് ബൈഅത്ത് ചെയ്ത്, പിന്നെ കാലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഒരു വലിയ ആൾക്കൂട്ടം. അതില് സ്വാലിഹുൽ മുദ്ദി ചോദിച്ചു, എന്താണ് അവിടെ അത്ര ആൾക്കൂട്ടം? അപ്പൊ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിന്റെ ആരിഫത്തായ വലിയത്തായ ഷഅബാനത്തുൽ മിസ്രിയാണ് അവിടെ, ആ മഹദിയെ കാണാൻ വേണ്ടി ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പൊ എത്ര മോശപ്പെട്ട അഴുക്ക് ജാലിൽ കിടക്കുന്ന ആളുകളും പ്രതീക്ഷയോടുകൂടെ അല്ലാതെ ജീവിക്കാൻ പാടില്ല. ഈ പ്രതീക്ഷ ഇല്ലാതെയായി പോകുന്നതിന്റെ കാരണം എന്താ? എന്റെ നിസ്കാരം കൊണ്ടും എന്റെ നോമ്പ് കൊണ്ടും എന്റെ അമല് കൊണ്ടും ഞാൻ രക്ഷപ്പെടുമെന്ന വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ പ്രതീക്ഷകൾ ചുരുങ്ങാൻ കാരണം. എപ്പോ പാപം ചെയ്യുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ അസ്തമിക്കുന്നത് അമലുകൾ കൊണ്ടേ ഞാൻ രക്ഷപ്പെടൂ എന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ പാടില്ല. അമലുകൾ എന്ന് പറയുന്നത് അള്ളാഹു താലാക്ക് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഒരു ലോകത്ത് ഒരൊറ്റ മനുഷ്യനും അമല് കൊണ്ട് രക്ഷപ്പെടൂല. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഒരാളും എന്തു ചെയ്യൂല, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളും അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല.
ഖാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാ, നബിയെ നിങ്ങളോ? ഒരാളും സ്വന്തം അമല് കൊണ്ട്, അമലിന്റെ വൽപ്പത്തരം കൊണ്ട് ഒരാൾ സ്വർഗത്ത് പ്രവേശിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാ, നബിയെ നിങ്ങളോന്ന് ചോദിച്ചു. ഖാല, അള്ളാന്റെ റസൂല് പറഞ്ഞു, വലാ അന, ഞാനും കടക്കൂല അമല് കൊണ്ട്, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ അപാരമായ മഹ്ള് ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും എന്ത് ചെയ്യൂല, അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ എന്തിപ്പ ഇന്ന് മനസ്സിലായി? അമലല്ല ഒരാളെ സ്വർഗത്തിൽ കടത്താനുള്ള കാരണങ്ങൾ അമലല്ല. അമല് നമ്മളൊരു ജോലിയാണ്. അള്ളാഹു താല നമ്മളെ ഹൽക്ക് ചെയ്തു, അള്ളാഹു താല നമ്മളൊരു മുസ്ലിം ആക്കി. അപ്പൊ നമുക്ക് തന്നൊരു ജോലിയാണ്, നമ്മുടെ ആത്മാവിനിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എത്താനുള്ളൊരു ജോലിയാണ് അമല്. അമല് കൊണ്ടല്ല ഒരാൾ എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിൽ കിടക്കുന്നത്. അള്ളാന്റെ റഹ്മത്താണ്. നിങ്ങൾ കണ്ടിട്ടില്ല എത്ര ആൾക്കാര് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദമിനെ കുറിച്ച് പറഞ്ഞിട്ട്, ബാവാ മുദൂബിന് കുത്തുബായി വന്നോവർ ബാണം മതിളിലും കേളി നിറച്ചോവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബാബാ മുദൂബിന്ന് കുത്തുബായി വന്നോവർ എന്നാ. എന്നാൽ ഗൗസുല്ലാദമിന്റെ വാപ്പ അബൂ സ്വാലിഹ് എന്ന് പറയുന്ന മഹാനുഭാവന്റെ ഇന്ദ്രിയ തുള്ളി ഉമ്മാന്റെ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഗൗസുല്ലാദം ആരാണ്? കുത്തുബാണ്. ശൈശവ പ്രായത്തിൽ തന്നെ കുത്തുബാനീയത്തിന്റെ പദവിയിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. ശൈശവപ്രായം, ബാലൻ എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് വലിയ കുത്തുബിന്റെ മക്കാമിലേക്ക് എത്തിക്കണം. ഓലൊക്കെ ഒരുപാട് നിസ്കരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരുപാട് നോമ്പൂച്ചിട്ടാ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടാ? അല്ല, അള്ളാഹുവിന്റെ മഹ്ള് ഫദ്ല്, അള്ളാഹുവിന്റെ മഹ്ള് ഫദ്ല്. ചില ആളുകളെ അള്ളാഹു താല കാഫിരീങ്ങളാക്കി, നമ്മൾ അള്ളാഹു താല അള്ളാഹുവിന്റെ മഹ്ള് ഫദ്ല് കൊണ്ട് മുസ്ലിമാക്കി. അപ്പോ അമല് കൊണ്ട് ഒരാൾ എന്ത് ചെയ്യരുത്, അമല് കൊണ്ടേ ഞാൻ രക്ഷപ്പെടുള്ളൂ, ഇന്റെ അമലാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. പിന്നെയും ആദ്യം തന്നെ മൂപ്പര് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ഏത് പ്രതീക്ഷ അസ്തമിച്ച ആളെയും വിശ്വാസത്തിന്റെ ഒരു ഉന്നതമായ മക്കാമിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു വാക്കാണ് മൂപ്പര് പറയുന്നത്. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോ പ്രതീക്ഷ, ഇനി ആര് രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷ അസ്തമിക്കലുണ്ടല്ലോ, അത് എന്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്? അമലുകളുടെ മേൽ അമലുകളെ അവലംബമാക്കുന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. രക്ഷിക്കുന്നത് അമലാന്നുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. രക്ഷിക്കുന്നത് അമലല്ല, അള്ളാഹുവിന്റെ മഹ്ള് ഫദ്ലാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ ഹബീബിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അമലുകൾ നമ്മൾ കറക്റ്റായി ചെയ്യാം. അള്ളഹാനോട് നമ്മൾ ചോദിക്കാം, റബ്ബേ എന്റെ അമലുകളൊക്കെ ഒന്നുമില്ല, എനിക്ക് നമ്മളിപ്പോ ഇശ നിസ്കരിച്ചില്ലേ, ആ ഇശ നിസ്കാരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളഹാനെ ഓർത്ത ആരാപതിലുള്ളത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാന് എന്റെ റബ്ബിനെ കാണാതെ ഒരൊറ്റ നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ലേ, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ഖബ്ലഹു, അതിന്റെ മുമ്പ് ഞാൻ അള്ളാഹുവിനെ കാണും. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ബഅദഹു, അത് ഞാനൊരു കാര്യം കാണുമ്പോൾ അതിന് ശേഷം തന്നെ ഞാൻ ആരെ കാണും? അള്ളാഹനെ കാണും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ മഅഹു, അതിനോടുകൂടെ ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ഫീഹി, അതിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ. അപ്പൊ ഓലൊക്കെ മക്കാമ് ഇപ്പൊ ഏതാണ്? അവരുടെയൊക്കെ മക്കാമ് വലിയ ഉന്നതമായ മക്കാമാണ്. അവരിലേക്ക് നോക്കുമ്പോ നമ്മളത് നിസ്കാരം നല്ല നിസ്കാരമായിട്ടില്ല, ദിക്ർ നേരം പോലെ ആയിട്ടില്ല, സ്വലാത്ത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വീഴ്ചകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ അമലൊന്നും എന്ത് ചെയ്യൂല, അമല് കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടൂല. അള്ളാന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം. നമ്മളെപ്പോഴും പാപികളാവുന്ന നമ്മൾ ദ്വാരക്കേണ്ടതാണ്. പടച്ച റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിൽ കടത്തിട്ടോ, അല്ലാതെ എന്റെ അമലുകൾ കൊണ്ട് ഞാൻ കടക്കൂല. റബ്ബേ, എന്റെ മഹ്ള് ഫദ്ല് കൊണ്ട് നീ മരിക്കണ സമയത്ത് ഈമാൻ സലാമത്താക്കണേ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ദ്വാരക്കണം. അപ്പൊ ഒന്നാമത് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.